എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേനയും പരിപ്പും കൂടിയുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, 3 മീഡിയം സൈസ് തക്കാളി, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിച്ച് കൊടുക്കുന്നതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 250 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പ്രഷർ പോയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഉപ്പും കൂടി ഇനി ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേന വേവാൻ വേണ്ടിയിട്ട് 1 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും അരമുറി തേങ്ങ ചിരവിയതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിലിൽ ചേന കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടിയില്ല. ഞാൻ 1 വിസിൽ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതിലോട്ട് തേങ്ങയും ജീരകവും കൂടിയുള്ള കൂട്ട്, കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ പുളി ചേർക്കുന്നില്ല. പുളി ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ കറി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. കറി നന്നായി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കറി താളിക്കാൻ ആവശ്യമായിട്ടുള്ള 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.